കൊല്ലം കിളികൊല്ലൂരിൽ MDMA കേസ് പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ എന്ന വാർത്തയുമായാണ് ദിലീപ് നിൽക്കുന്നത്. ഗ്രേഡ് SI ഷേർലിയെയാണ് സസ്പെൻഡ് ചെയ്തത്. ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലമാണ് പ്രതി രക്ഷപ്പെട്ടതെന്നും വിവരം മേലുദ്യോഗസ്ഥരെ അറിയിക്കാൻ വൈകിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ അജു മൻസൂറാണ് ഭാര്യ ബിൻഷയുടെ സഹായത്തോടെ ചൊവ്വാഴ്ച വൈകിട്ട് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ്. പ്രതിയെ രക്ഷിച്ചു വിട്ടതാണ് എന്നതാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? സസ്പെൻഷന്റെ അടിസ്ഥാനം അതാണോ? വെരി ഗുഡ് മോർണിംഗ് സുജിയ. എന്തായാലും ഇപ്പോൾ ഒരു പോലീസുകാരന്, അതായത് ഗ്രേഡ് SIക്ക് സസ്പെൻഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ആവശ്യത്തിന് പോലീസുകാർ പോലും ഇല്ലാത്ത കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു സംഭവത്തിൽ ഒരു പോലീസുകാരൻ ഇപ്പോൾ ഇരയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ എടുത്തു പറയാവുന്നത്. കാരണം ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ ആ സ്റ്റേഷനിൽ കൃത്യമായ പോലീസുകാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. GD ഉദ്യോഗസ്ഥനായിരുന്ന ഷെർലിയാണ് ഇപ്പോൾ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതായത് പ്രതിയെ കൊണ്ടുവരുമ്പോൾ കാണിക്കേണ്ട ശ്രദ്ധ ഉണ്ടായില്ല. അശ്രദ്ധ കാരണം മാത്രമല്ല, പ്രതി രക്ഷപ്പെട്ടതിന് ശേഷം അത് മേലുദ്യോഗസ്ഥ അറിയിക്കാൻ വൈകി എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ ഷെർലിക്ക് മേലെ ഉണ്ടാകുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഷെർലിയെ സസ്പെൻഡ് ചെയ്തു. ഈ പ്രതി അജു മൻസൂറാണ്. അജു മൻസൂർ തൻ്റെ ഭാര്യ പുറത്ത് നിൽക്കുന്നു, സ്കൂട്ടറിൽ സ്റ്റാർട്ട് ചെയ്തത് പുറത്ത് നിൽക്കുന്നു. ഈ സമയത്ത് ഒരു സിനിമ സ്റ്റൈലിൽ എന്ന വണ്ണോണം ഓടി വരുന്നു. ആ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ പ്രതികൾ രണ്ടുപേരും പിന്നീട് ബാംഗ്ലൂരിലേക്കും പിന്നീട് തമിഴ്നാട്ടിലേക്കും കടന്നു. തമിഴ്നാട്ടിൽ വെച്ചാണ് രണ്ടുപേരെയും കിളികല്ലൂർ പോലീസും തമിഴ്നാട് പോലീസും ചേർന്ന് പിടികൂടിയത്. ഇവരെ ഇന്നലെ കൊല്ലത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇന്ന് അവരുടെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ കിളികല്ലൂർ പോലീസിൽ ആ സമയത്ത് പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആൾ ട്രാഫിക് ഡ്യൂട്ടിയിലേക്ക് പോയി എന്നുള്ള കാര്യവും SI അടക്കം CIയും SIയും അടക്കം മറ്റ് ഡ്യൂട്ടികളിലേക്ക് പോയതുമാണ്. ഈ GD എൻട്രി ചെയ്യുന്ന പോലീസുകാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പോലീസുകാരനായ ഷെർലിക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. സുജയ. ഓക്കെ ദിലീപ്, കൊല്ലത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? സുജിയ, ഇത് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒരു 10 മണിക്ക് ശേഷം അങ്ങോട്ട് നല്ല വെയിലായിരിക്കും. വെയിലാണ് ദിവസങ്ങളെ. രാത്രി സമയത്ത് ചെറിയ തോതിലുള്ള മഴയുണ്ട്. പിന്നെ അതെ, കട്ട വെയിലാണ്. കട്ട വൈബ് പിടിച്ച് നല്ല കട്ട വാർത്തകൾ ഇങ്ങോട്ട് കട്ടയ്ക്ക് പോരട്ടെ ദിലീപ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. സെയിം ടു യു സുജിയ.